പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഗലാത്തി 6:7 വിശുദ്ധ പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നാം എല്ലാവരും നിത്യം പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഭക്തരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമാണ്. കർത്താവ് നമ്മുടെ ഹൃദയം കാണുന്നുണ്ട്, നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ പാപമാലിന്യങ്ങളും ദുഷ്ടതയുമെല്ലാം ദൈവം കാണുന്നു. നമ്മുടെ ഹൃദയത്തിൽ പ്രധാനമായിട്ടും വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും അതുപോലെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുമൊക്കെ ആയിട്ടാണ് നാം കഴിയുന്നത്. പക്ഷേ ഇതാരും അറിയുന്നില്ല, കാരണം ജനങ്ങൾ മനുഷ്യൻ്റെ ഹൃദയം കാണുന്നില്ല. യേശുവാണ് നമ്മുടെ ഹൃദയം കാണുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ നമ്മുടെ ദുഷ്ട മനസ്ഥിതി, പാപകരമായ ജീവിതം, അഹങ്കാരം എല്ലാം ഉപേക്ഷിച്ച് നമ്മെ വേദനിപ്പിച്ചവരോട് ആത്മാർത്ഥമായി ക്ഷമിച്ചുകൊണ്ട് നാം ബലിയർപ്പിച്ചാൽ, നാം പ്രാർത്ഥിച്ചാൽ അതിൽ ദൈവം സംപ്രീതനാകും എന്നുറപ്പാണ്. നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുക എന്നതാണ് പരമപ്രധാനം. അതിനായി പഴയ മനുഷ്യനെ നാം ഉരിഞ്ഞു മാറ്റണം. നമ്മുടെ ചിന്താരീതികൾ മാറണം. നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അവർക്ക് നന്മകൾ ചെയ്യാൻ കഴിയണം. അപ്പോഴാണ് നാം മാനസാന്തരത്തിലേക്ക് കടക്കുന്നത്. യേശു രോഗികളോടും അവശത അനുഭവിക്കുന്നവരോടും കരുണ കാണിച്ചു. നമ്മുടെ സഹായം അർഹിക്കുന്നവരോട് നാം കരുണ കാണിക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ നാം ദൈവരാജ്യം പണിതുയർത്തുന്നവരായി മാറും. ദൈവരാജ്യം എന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കി എടുക്കുകയാണ്. കർത്താവ് ജെറമിയ 4:14 ജെറമിയ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? നമ്മുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടതെന്ന് കർത്താവ് ജോയേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നുണ്ട്. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുവാനും വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ സഹായം അർഹിക്കുന്നവരിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. അതോടൊപ്പം നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നാം ശ്രമിക്കുമ്പോഴാണ് ഈ ലോകത്തിൽ തന്നെ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിനെല്ലാം നമ്മെ ശക്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടാണ് അനുദിനം നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.